ഈ ബി ജെ പി സംസ്ഥാനത്ത് വോട്ട് വിഹിതമൊക്കെ വർദ്ധിപ്പിച്ചപ്പോഴും അവരുടെ ഉത്തരേന്ത്യയിൽ പ്രത്യേകിച്ച് യു പിയിൽ അയോധ്യയിരിക്കുന്ന മണ്ഡലത്തിൽ അതോടൊപ്പം മണിപ്പൂരിലൊക്കെ വലിയ തിരിച്ചടിയാണ് ബി ജെ പിക്ക് ഉണ്ടായത്. അതൊന്നും താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടില്ലേ? ശ്രദ്ധയിൽപ്പെടാത്തതാണ്, എല്ലായിടത്തും കണ്ടു. കാരണം അഖിലേന്ത്യാ തലത്തിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ചെറിയ ഒരു പാകപ്പഴ ഉണ്ടായിട്ടുണ്ട്. അത് എങ്ങനെ തിരുത്താമെന്നുള്ളതിനെ പറ്റി നേതൃത്വം ചർച്ച ചെയ്യേണ്ടതാണ്, ഒരു സംശയം വേണം, ചർച്ച ചെയ്തേ മതിയാവും. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇവിടുത്തെ ഇന്ത്യയിലെ പത്രങ്ങളും ഇവിടെ പ്രത്യേകിച്ച് കേരളത്തിലെ മാധ്യമങ്ങളും ഒക്കെ പറയുന്നത് കേട്ടാത്തൊന്നും കോൺഗ്രസിൻ്റെ 100 വലുത്, മോദിയുടെ 240 വലുത് രാഹുൽ ഗാന്ധിയുടെ 100 പറഞ്ഞാൽ എങ്ങനെ നോക്കുന്നത്? അതൊക്കെ നാണം കെട്ട പ്രചരണമൊക്കെ ഇപ്പോൾ ശരിയാണ്. ഈ കേരളത്തിൽ UDF LDF ഒരുമിച്ച്, ഇവിടുത്തെ പത്രങ്ങളും മാധ്യമങ്ങളും ദേശീയമാധ്യമങ്ങളും മുഴുവൻ ഒരുമിച്ച്, ഇതെല്ലാം കൂടെ കൂടിയിട്ടും BJP വോട്ട് കൂടിയിരിക്കുക കേരളത്തിൽ. നിസ്സാര കാര്യമാണോ അത്? ഒരു സീറ്റ് ജയിച്ചു, തിരുവനന്തപുരം ജയിക്കേണ്ടതായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ മന്ത്രി മുരളീധരന് 3 ലക്ഷം വോട്ടാണ് പിടിച്ചത്. ശോഭാ സുരേന്ദ്രൻ എല്ലാ നിയോജകമണ്ഡലത്തിലും വോട്ട് വീതം വർദ്ധിപ്പിക്കാൻ പറ്റി BJPക്ക്. പിന്നെ ആകെ കുഴപ്പം പറയാവുന്ന ഇതുപോലുള്ള ഈ ഘടകകക്ഷി കൊടുത്തതാണ്. ഘടകകക്ഷി കൊടുത്ത് 4 സീറ്റും ഗതികേടായിരുന്നു, കെട്ടിവെച്ച പോയെന്ന് മാത്രമല്ല ദയനീയമായിരുന്നു. ബാക്കി കൊടുത്ത് ആ അപകടം ഉണ്ടായില്ല. അതുകൊണ്ട് BJP ആയാലും കാര്യങ്ങൾ എന്ത് ചെയ്യാമെന്നുള്ളതിനെപ്പറ്റി കൂടുതലായിട്ട് ആലോചിക്കുന്നത് നല്ലതാണ് എൻ്റെ അഭിപ്രായം. മുൻ വർഷങ്ങളിലെ സർക്കാരിനുണ്ടായിരുന്ന പോലെ ഒരു അഭിപ്രായ രൂപീകരണത്തിലും അല്ലെങ്കിൽ നയം നടപ്പിലാക്കുന്നതിനുമൊക്കെ ഒരു ഏകപക്ഷീയ സ്വഭാവം നഷ്ടപ്പെട്ടില്ലേ? ഒരു ഭൂരിപക്ഷത്തിലുള്ള കുറവ് അവിടെ ക്ലിയർ. 240 ഉള്ളൂ, 273 സീറ്റ് വേണം. അപ്പോൾ ബാക്കി സീറ്റ് ഇവിടെ നിന്നുണ്ടാവും, ഘടകകക്ഷിയിൽ നിന്നുണ്ടാവും. ആ ഘടകകക്ഷിക്ക് അർഹമായ അംഗീകാരം കൊടുത്ത് മുന്നോട്ട് പോയില്ലെങ്കിൽ ഗവൺമെൻറ് കാണില്ല. അത് മോദിക്ക് നമ്മളൊക്കെ നല്ലോണം വിവരം അറിയാൻ പാടില്ലേ. അത് പുള്ളി അഡ്ജസ്റ്റ് ചെയ്ത് പൊക്കോളെന്ന് ഞാൻ കണക്കാക്കുന്നത്. അത് മുകളിലുള്ള ഇടപാടല്ലേ. പിന്നെ എന്ത് പറഞ്ഞാലും ഘടകകക്ഷികളെയെല്ലാം തൃപ്തിപ്പെടുത്തിക്കൊണ്ട് പോകാൻ കഴിയുമോ എനിക്ക് സംശയമുണ്ട്. കാരണം ഈ അനാവശ്യമായിട്ട് ആഗ്രഹങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് അവരെല്ലാം രംഗത്ത് വന്നാൽ മോദിക്ക് മുന്നോട്ട് പോകാൻ കഴിയാതാവും. ഞാൻ പറയുന്നത് അങ്ങനെ വന്നാൽ പാർലമെൻറ്റ് തിരിച്ചിട്ട് ഇലക്ഷനിലേക്ക് പോകണം, ജനം അറിയട്ടെ. അപ്പം ജനത്തിന് മനസ്സിലാകും മോദിക്ക് പിന്തുണ കൊടുക്കണമെന്ന്. പ്രത്യേകിച്ച് ഒഡീഷയിലും ആന്ധ്രയിലും ഒക്കെ മുസ്ലിം വോട്ട് ബാങ്കിലാണ് നിതീഷും അതോടൊപ്പം തന്നെ ചന്ദ്രബാബു നായിഡു ഒക്കെ ജയിച്ചു വന്നത്. അവർക്കൊക്കെ അവരിപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിരുദ്ധ നിലപാടുകളൊന്നും സർക്കാർ സ്വീകരിക്കാൻ പാടില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ന്യൂനപക്ഷ വിരുദ്ധ നിലപാട് സ്വീകരിച്ചിട്ടില്ലല്ലോ. ന്യൂനപക്ഷങ്ങളിലെ തീവ്ര സ്വഭാവം അതിനെയാണ് മോദി എതിർക്കുന്നത്. അത് ക്രിസ്ത്യൻ വിഭാഗത്തിലുമുണ്ട്, ഹിന്ദു വിഭാഗത്തിലുമുണ്ട്, മുസ്ലിം വിഭാഗത്തിലുമുണ്ട്. അപ്പോൾ മുസ്ലിം വിഭാഗത്തിലെ തീവ്രവാദികളെ പറ്റി വേണ്ടി അത് മുസ്ലിങ്ങൾ മുഴുവൻ മുസ്ലിമാണെന്ന് പറയുന്നത് നാണംകെട്ട പരിപാടിയാണ്. ക്രിസ്ത്യൻ വിഭാഗത്തിലെ തീവ്രവാദികളെ പറ്റി പറഞ്ഞാൽ ക്രിസ്ത്യാനി എല്ലാം കൂടി ചാടണം. ഹിന്ദു വിഭാഗത്തിൽ തീവ്രവാദികളുണ്ട്, അവർക്ക് പറ്റി പറഞ്ഞുകൊണ്ട് ഹിന്ദു എല്ലാം കൂടി ചാടാൻ അങ്ങനെ തുടങ്ങി അങ്ങനെ നോക്കുന്നത്. മുസ്ലിങ്ങളിൽ മാത്രം അവരെ ഹിന്ദുവും ക്രിസ്ത്യാനിയൊന്നും ആ ചാട്ടമില്ലോ, തീവ്രവാദികളെന്ന് പറയും. ഇങ്ങനെ ഈ തീവ്രവാദികളെ പറ്റി പറയുമ്പം ചാടുന്ന ആവേശം കൊള്ളുന്ന മുസ്ലിം ഒരു കാര്യം ചെയ്യണം, അവരെ തള്ളി പറഞ്ഞാലുള്ള മര്യാദ കാണിക്കണം. അതല്ലാതെ മോദി എന്താ പറയുക, തീവ്രവാദത്തിനെതിരായിട്ട് പറഞ്ഞ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇന്ത്യയെ സ്ഥിരീകരിക്കാൻ നിൽക്കുന്നവൻ ഇന്ത്യയുടെ ആളാന്ന് പറഞ്ഞാൽ എങ്ങനെ നോക്കുന്നത്? അതിനൊക്കെ വോട്ട് ചെയ്യുന്നവർ തന്നെ രാജ്യദ്രോഹികളാണെന്ന് എൻ്റെ അഭിപ്രായം.